ഹായ് ഓൾ, ലേക്ക് മാം വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമുക്ക് ഈ തെങ്ങിൻ്റെ ഓല കൊണ്ട് മീൻ പിടിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്നാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത ഓല. ആ ഓല 2 പീസാക്കി നമ്മൾ വെയിലത്തിട്ടിരിക്കുകയായിരുന്നു ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട്. ഉണങ്ങുമ്പോൾ അത് ഇലയെല്ലാം ഒന്ന് ഫ്ലെക്സിബിളാകും. നമുക്ക് ഓല മെടയുന്ന പോലെ മെടഞ്ഞെടുക്കാനായിട്ട് ഫ്ലെക്സിബിളായിട്ട് നിൽക്കുമ്പോൾ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി ഒരല്പം നേരം നമ്മൾ വെയിലത്തിട്ടു. അതിനുശേഷം നമ്മൾ ഒരു 1.5 അടി നീളത്തിൽ ഇതുപോലെ 2 പീസ് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിനകത്തുനിന്ന് ആ 2 പീസ് ഓല മെടഞ്ഞെടുത്തിട്ടാണ് 2 പീസും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആദ്യമേ ആ വെയിലത്തിട്ടുകൊണ്ട് ഇതിങ്ങനെ മെടയാനായിട്ട് ഫ്ലെക്സിബിളായിട്ട് നമുക്ക് കിട്ടും. അതിനാണ് നമ്മൾ അത് ഒരല്പം നേരം വെയിലത്തിട്ടിട്ട് നമ്മളിത് ചെയ്യുന്നത്. നമ്മളങ്ങനെ 2 പീസ് അതുപോലെ മെടഞ്ഞ് എടുത്തിട്ടുണ്ട്. ആ 2 പീസും കൂടി ജോയിൻ ചെയ്തിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. രണ്ട് പീസും നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആ മടലയിൽ ഒരു ചെറിയൊരു ഓല വെച്ച് കെട്ടിയിട്ട് ആ 2 സൈഡ് നമ്മൾ ക്ലോസ് ചെയ്യാൻ പോകണം. ഒരു വശം നമ്മളത് അടച്ച് ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ സൈഡും അതുപോലെ തന്നെ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 2 സൈഡും ക്ലോസ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മീൻ കയറാനുള്ള ഈ ഒരു ഗ്യാപ്പ് അത് ഓപ്പണിംഗ് ആയിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൂടിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിനൊരു കയറ് കെട്ടി ഇടണം. കൂട് നമുക്ക് പൊക്കാനും പിന്നെ ഒഴുക്കിൽപ്പെട്ട് കൂട് ഒഴുകി പോകാതിരിക്കാനും ഒക്കെ ആയിട്ടൊരു കയറിൽ കെട്ടി നമ്മൾ ഇടുന്നതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ കൂടിൻ്റെ ഏകദേശ പണിയെല്ലാം പൂർത്തിയായിട്ടുണ്ട്. ഇത് ഓല കൊണ്ടുള്ള മീൻ പിടിക്കുന്ന കൂട് ആണ്. അപ്പോൾ നമ്മൾ കൂടിൻ്റെ പണി കഴിഞ്ഞു. കൂടിനകത്തിടാനുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ അടുപ്പിച്ച് വെച്ചേക്കുന്നത്. കൂട് താന്നു പോകാൻ വേണ്ടി വെയിറ്റിന് വേണ്ടി കല്ല് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ 1-2 മീനുകൾ കയറിയാലും തിരിച്ച് ഇറങ്ങിപ്പോകാതെ അതിനകത്ത് ഇരുന്ന് അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം നമ്മൾ അതിനകത്ത് ഒരുക്കി കൊടുക്കുകയാണ് കൂടിനകത്ത്. അതുപോലെ ഈ
കല്ല് വെക്കുന്നത് വെയിറ്റിന് വേണ്ടിയിട്ടാണ്, കൂട് താന്ന് കിടക്കാൻ വേണ്ടിയിട്ട്. അതിന് നമ്മൾ കുറച്ച് വെയിറ്റിന് വേണ്ടി കല്ലൊക്കെ അടുക്കി അതിനകത്ത് വെച്ച് കൊടുത്തിട്ട് ഇത് നമ്മൾ വെള്ളത്തിലിടുന്നത്. അപ്പോൾ മീൻ കൊടുക്കാനായിട്ട് ചോറ് നോക്കിയിട്ട് ചോറ് കണ്ടില്ല. പിന്നെ കുറച്ച് ഇഡലി ഇരിപ്പുണ്ടായിരുന്നു. ആ ഇഡലി എല്ലാം കൂടി പൊടിച്ച് നമ്മൾ കൂടിനകത്തിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കഴിക്കാൻ വേണ്ടി മീൻ ഇതിനകത്ത് കയറുകയും കയറ് മുകളിൽ കെട്ടിയിട്ടേക്കുന്നുണ്ട്. അത് കൂട് ഇങ്ങനെ വലിഞ്ഞ് നിൽക്കുകയും ചെയ്യുന്നത് കൊണ്ട് ഇതിൻ്റെ വായ ഇങ്ങനെ തുറന്നിരിക്കില്ല, കുറച്ച് അടഞ്ഞിരിക്കത്തുള്ളൂ. അപ്പം മീൻ കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തിരുന്ന് തിന്നാൻ പറ്റും. ഇത് മീനൊരു ട്രാപ്പാന്ന് തോന്നാത്ത രീതിയിൽ കുറച്ച് അകത്ത് കുറച്ച് ആംബിയൻസൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇത് നേരെ പൊക്കിയെടുത്ത് നമ്മുടെ വീടിന് മുമ്പിലുള്ള കടവിൽ കൊണ്ട് താഴ്ത്തിയിട്ടിട്ട് ഈ കയറ് എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിടണം. ഇല്ലെങ്കിൽ ചിലപ്പം ഈ ഒഴുക്ക് ഉള്ളതുകൊണ്ട് ഈ കൂടി ചിലപ്പോൾ ഒഴുകി അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പോകാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ ഇതാണ് നമ്മുടെ കടവ്. ഇവിടെയാണ് നമ്മൾ ഇതിടാൻ പോകുന്നത്. ഇവിടെയാണ് ആ വെയിറ്റ് ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ കൂട് തന്നെ അത് താഴുന്നുണ്ട്. താന്ന് പോവുകയാണ് കൂട്. നമ്മൾ ഈ കയറ് എവിടെയെങ്കിലും ഒന്ന് ഉടക്കിയിടാൻ പോവാണ്. അപ്പോൾ ഈ കല്ലിൽ നമുക്കിത് ചുറ്റി ഉടക്കിയിടാം. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഇപ്പോൾ ഇച്ചിരി അനങ്ങിയൊക്കെ നിൽക്കുന്നതുകൊണ്ട്, അനക്കമൊക്കെ ഉള്ളതുകൊണ്ട് മീൻ ചിലപ്പം പേടിച്ച് ഓടി മാറിയിരിക്കുകയായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ പതിയെ അത് വന്ന് കൂടിനകത്ത് കയറി അതിനകത്തിട്ടേക്കുന്ന തീറ്റ കഴിച്ചുകൊണ്ട് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ആംബിയൻസൊക്കെയാണ് നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് ട്രാപ്പാന്ന് മനസ്സിലാകാത്ത രീതിയിൽ അവിടെ ഇരുന്ന് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വന്ന് പൊക്കും. ഈ കൂട് നമ്മൾ ഓൾറെഡി നേരത്തെ ഒരു കൂട് കെട്ടി ഇട്ടിരുന്നതാണ്. വീട്ടിൽ അത്യാവശ്യം കറിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്, മീൻ പിടിക്കാൻ വേണ്ടി ഇട്ടിരുന്ന കൂടാണ്. അതുണ്ടല്ലേ, പഴയതായിട്ടുണ്ട്, കുറച്ച് ദിവസം ആയതാണ് വെള്ളത്തിൽ കിടന്ന്. അപ്പോൾ അത് നമ്മളൊന്ന് ആ സമയത്ത് നമ്മൾ പൊക്കി നോക്കി. അപ്പോൾ അതിൽ കുറച്ച് മീൻ കിടപ്പുണ്ട്, പള്ളത്തി കാര്യങ്ങളൊക്കെയാണ് കിടക്കുന്നത്. പള്ളത്തി കൂടാതെ ഇത് ഒരു വ്യത്യസ്തമായൊരു മറ്റൊരു മീനാണ്. പള്ളത്തിയല്ല, അത് മുതുക്കില എന്നൊക്കെ പറയാറുണ്ട് ഇതിനെ. പിന്നെ പള്ളത്തി ഉണ്ട്. അപ്പോൾ അതിനെല്ലാം ഇതിനകത്തുനിന്ന് പെറുക്കിയെടുക്കാം. ഇതും അത് തന്നെ, ആദ്യം ഞാൻ പറഞ്ഞ ആ മീനാണത്. അപ്പോൾ അതുപോലെ വീണ്ടും നമ്മൾ കുറച്ച് ചോറ് കൂടി ഇട്ടിട്ട് ആ കൂട് വീണ്ടും നമ്മൾ വെള്ളത്തിലേക്ക് ഇടുകയാണ്. കുറച്ച് കഴിഞ്ഞ് വീണ്ടും വന്ന് നമുക്കൊന്ന് പൊക്കി നോക്കാം. അപ്പോഴേക്കും നമ്മൾ നേരത്തെ ഇട്ട കൂട് അവിടെ ഉണ്ട്, അത് പോയി നോക്കാം. ആ വെയിറ്റ് ഇട്ടേക്കുന്നതുകൊണ്ടാണ് അത് തന്നെ താണു പോവുകയും ചെയ്യും. അതിൻ്റെ വാ കുറച്ചൊന്ന് ക്ലോസ് ആവുകയും ചെയ്യുക കയറിങ്ങനെ മുറുകുമ്പോൾ. അപ്പോൾ നമ്മൾ ഇതാണ് നമ്മൾ ഇന്ന് കെട്ടിയ കൂട്. അത് ഒന്ന് പൊക്കി നോക്കാം നമുക്ക്. നമ്മൾ തീറ്റയൊക്കെ ഇട്ടിട്ട് പോയതാണ്. എന്തെങ്കിലും മീൻ കയറിയിട്ടുണ്ടോ എന്ന് നോക്കാം. അനക്കമൊന്നും ഇല്ലാതെ ബഹളമൊന്നും ഇല്ലാതെ കിടന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും വലിയ കരിമീനും കാര്യങ്ങളൊക്കെ കയറുന്നതാണ്. ഇതിലിപ്പം പള്ളത്തി മാത്രമേ കയറിയിട്ടുള്ളൂ. അപ്പോൾ ഇതിലും കുറച്ച് പള്ളത്തി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കൂട് കൊണ്ട് തെങ്ങിൻ്റെ ഓല, തെങ്ങിൻ്റെ അതിനകത്തിട്ടേക്കുന്ന കുലാഞ്ഞിലാണ്, പിന്നെ തെങ്ങിൽ നിന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കയർ, മുഴുവൻ സാധനങ്ങളും തെങ്ങിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ ചിലവുകളൊന്നും ഇല്ലാതെ നമുക്ക് ഓല കൊണ്ട് ഒരു കൂട് കെട്ടി ഇങ്ങനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ, ചോറിട്ട് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം വീട്ടിലേക്ക് ആവശ്യമായ മീൻ കിട്ടുന്നതാണ്, കാശ് മുടക്കാതെ തന്നെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം കയറി മീൻ ഇരിപ്പുണ്ട്.
നമ്മൾ ആ വേസ്റ്റ് കുളഞ്ഞിലൊക്കെ ഇട്ട് കൊടുത്തേക്കുന്ന അതിനൊരു ആംബിയൻസ് സെറ്റ് ചെയ്ത് കൊടുത്തപ്പോൾ അതിനകത്ത് കയറിയിരുന്ന് തിരിച്ചിറങ്ങാൻ പറ്റാത്ത രീതിയിൽ അതിനകത്ത് കയറി ഇരിക്കും ആ മീൻ. അപ്പോൾ അതിനാണ് അതൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തേക്കുന്നത്. ഉണ്ട്, അതിൻ്റെ ഇടയിലെല്ലാം പള്ളത്തി ഇരിപ്പുണ്ട്. നമുക്ക് കുറച്ച് ചോറും കൂടെയൊക്കെ ഇട്ട് ഒന്നുകൂടി വെള്ളത്തിലിടാം. നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ ആ വലയിൽ ചോറ് ഇട്ടിട്ട് ഉടനെ തന്നെ മീൻ ഉടക്കുന്ന പോലെ നമുക്ക് സ്പീഡിൽ ഇതിൽ മീൻ കിട്ടില്ല. ഒരല്പം സമയം കൊടുക്കണം, സൈലൻ്റ് ആയിരിക്കണം, എങ്കിലേ അതിനകത്ത് മീൻ വന്ന് കയറി നമുക്ക് പോയി അത് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് സമയം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് പോയി പൊക്കി കൂട് പൊക്കി കിട്ടിയ കുറച്ച് മീനാണിത്. പള്ളത്തി കൊണ്ട് കണ്ടോ, നല്ല പിടയ്ക്കുന്ന പള്ളത്തി, ജീവനുള്ള ഫ്രഷ് മീൻ. നമ്മൾ വലയിട്ട് പിടിക്കുന്നതും കൂട് കെട്ടി പിടിക്കുന്നതും എല്ലാം നമുക്ക് ഫ്രഷായിട്ടുള്ള മീൻ. ഉണ്ടോ ചട്ടിയിൽ കിടക്കുന്ന ആ മീനെ, ഇത് കുട്ടനാടിൻ്റെ അല്ലെങ്കിൽ ഒരു നാടൻ മീൻപിടുത്തമാണ്. അതിനുപയോഗിച്ചിരിക്കുന്നത് നമുക്ക് യാതൊരു ചിലവും ഇല്ലാതെ തെങ്ങിൽ നിന്ന് കിട്ടുന്ന ഓല കൊണ്ട് ഉണ്ടാക്കിയ കൂട് കൊണ്ടാണ് നമ്മൾ ഈ മീൻ പിടിച്ചേക്കുന്നത്. തനി നാടൻ മീൻപിടുത്തം. പള്ളത്തിയാണ് കൂടുതലായിട്ട്. ഇതിന് കരിമീനൊക്കെ നമുക്ക് കിട്ടുന്നതാണ്, അനക്കമില്ല, നല്ല വലിയ ബഹളമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഈ ബോട്ടും വെള്ളമൊക്കെ വരുന്നതുകൊണ്ട് ചെറിയ ഒച്ചയും ബഹളമൊക്കെ ഉള്ളതുകൊണ്ട് മീൻ അധികം കയറിയിട്ടില്ല. ഇതാണ് മുതുക്കില എന്ന് പറയുന്ന ആ ഒരു, അതിനെ കണ്ടില്ല മീനിൻ്റെ ആ ഷേപ്പ് കണ്ടോ, വള്ളത്തിൽ ഒരു വെറൈറ്റി ആ സാധനം ഉണ്ടോ. അത് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്, ബാക്കിയെല്ലാം പള്ളത്തിയാണുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് കാണാനായിട്ട് നിങ്ങൾ കാത്തിരിക്കുക.